സൗദി എണ്ണ നിറച്ച 2 ടാങ്കർ കപ്പലുകൾ ഹൂത്തി ഉപരോധം ഭേദിച്ച് ബാബ് അൽ മന്ദബ് കടലിടുക്ക് കടന്നു. ഇതിൽ ഒരു കപ്പൽ ക്രൂഡ് ഓയിലുമായി ഇന്ത്യയിലേക്കാണ് നീങ്ങുന്നത്. ഈ കടലിടുക്ക് വഴി കടന്നുപോയ കപ്പലുകളുടെ എണ്ണം പോയ വാരം 18 കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇത് 50 മുകളിലായിരുന്നു. സൗദി കപ്പലുകൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണ റിപ്പോർട്ടുകൾക്ക് ശേഷം ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം കുറഞ്ഞതായി ഷിപ്പിംഗ് ഡാറ്റയാണ് വ്യക്തമാക്കുന്നത്. ഡാറ്റ ഏജൻസിയായ കെപ്ലറിന്റെ വിവരങ്ങൾ അനുസരിച്ച് ബാബുൽ മന്ദബ് കടലിടുക്കിലൂടെ കടന്നുപോയ ചരക്ക് കപ്പലുകളുടെ എണ്ണം ഞായറാഴ്ച 18 കുറഞ്ഞു. ശനിയാഴ്ച ഇത് 27 വെള്ളിയാഴ്ച 28. ഇറാൻ സഖ്യത്തിലുള്ള ഹൂത്തി വിമതർ ജൂലൈ 20 സൗദി അറേബ്യക്കെതിരെ കപ്പൽ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കക്കും സഖ്യകക്ഷികൾക്കുമെതിരെ പുതിയ മുന്നണിയാണ് തുറക്കപ്പെട്ടത്. ലോകത്തിലെ ഊർജവും മറ്റ് വിതരണങ്ങളും കൊണ്ടുപോകുന്ന ടാങ്കറുകൾക്കെതിരായ ആക്രമണങ്ങൾ ഗൾഫിനപ്പുറത്തേക്ക് ഇതോടെ വ്യാപിപ്പിച്ചു. ഇതോടെ പല കപ്പലുകളും ഇപ്പോൾ ഇതുവഴി ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്താണ് സഞ്ചരിക്കുന്നത്. ദേശ് വൈഭവ് എന്നു പേരുള്ള കപ്പൽ 20 ലക്ഷം ബാരൽ എണ്ണയുമായി ഇന്ത്യയിലേക്കാണ് പുറപ്പെട്ടിരിക്കുന്നത്. ഇതടക്കം 2 കപ്പലുകളാണ് ഇന്ന് വൈകിട്ട് പുറപ്പെട്ടത്. റിലയൻസ് ആണ് ഇവ സ്വീകരിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ. പ്രശ്നപരിഹാരമില്ലാതെ മേഖലയിൽ കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാകില്ലെന്ന് വിവിധ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.